ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അരിഞ്ഞ് ഉണങ്ങാൻ ഇട്ടേക്കണേ എണ്ണ കണ്ടില്ലേ. ഇത് നമുക്ക് ഉണക്കിയിട്ട് വേണം പൗഡർ ആക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത കസ്തൂരി മഞ്ഞളാണ്. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ തന്നെ ആവുമ്പോ നമ്മ യാതൊരുവിധ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യണാണ് കസ്തൂരി മഞ്ഞളും. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നിറം വർദ്ധിക്കാനും കറുത്ത പാടുകൾ പോകാനും കുരുക്കൾ പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡർ. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ തടത്തിലേക്ക് കറുപ്പ് ഉള്ളവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡറിന്. ഒരുപാട് പേർക്കാണ് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കണത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കസ്തൂരി മഞ്ഞൾ. അപ്പൊ കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തേനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അതേപോലെ പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, പനിനീരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് എന്തിലും തൈരിലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു മഞ്ഞൾ സാധാ മഞ്ഞളിന്റെ അതേ കൃഷി രീതി തന്നെയാണ് കസ്തൂരി മഞ്ഞളിനും. ഈ നമ്മ വിത്ത് ഗ്രോ ബാഗിൽ വേണവർക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ താഴെ എവിടെ വേണമെങ്കിലും നട്ടു കൊടുക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. അപ്പൊ ഇതേപോലെയാണ് കേട്ടാ കസ്തൂരി മഞ്ഞൾ ഇതേപോലെ അരിഞ്ഞ് ആണ് നമ്മ ഉണക്കണത്, എന്നിട്ടാണ് നമ്മ പൗഡറാക്കി എടുക്കണത്. അപ്പൊ എല്ലാവരും കസ്തൂരി മഞ്ഞളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം.